പാടിക്കഴിഞ്ഞെന്ന് ജോവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ദേവന് നെഞ്ചിൽ ചേർന്ന് നിന്നു. വാതി തുറന്നു വെച്ചാണോ റൊമാൻസിക്കുന്നേ? കിച്ചു വാതിക്കന്ന് കൊണ്ട് ചോദിച്ചു. അവനെ കടന്ന് ദേവ് ജോയിൽ നിന്നും മാറി നിന്നു. പക്ഷെ ജോ അവളെ ചേർത്ത് പിടിച്ച് കിച്ചുവിന് നേരെ തിരിഞ്ഞു. ഡാ, നീ എവിടെയായിരുന്നു? എത്ര തവണ ഞാൻ ഫോണിൽ വിളിച്ചു? ജോ ചോദിച്ചു. അത് ഇച്ചായ, എൻ്റെ ഫോൺ വിട്ട് നേരെയാക്കും കൊടുത്തിരിക്കുവാണ്. ശരി. പിന്നെ ഞായറാഴ്ച ഞങ്ങളുടെ കേട്ട് നടത്തുവാണ്. അപ്പം നീ നാട്ടിലേക്ക് പോക്കോ. അത് ചായ, എന്തെത്ര പെട്ടെന്ന്? അതൊക്കെ ഉണ്ട്. നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം. അപ്പച്ചനും റിച്ചിയും ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് നീ ഒപ്പം പോകണം. ശരി ചായ, ഞാൻ പോകാം. കുറച്ചു നേരം 3 പേരിരുന്ന് സംസാരിച്ചു. ദേവ് അവരോട് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ജോ നാളെ നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ദേവിന് സങ്കടം തോന്നിയെങ്കിലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ മാത്രം ആകാൻ പോകുവാണെന്ന് ഓർമ്മ വന്നതും അവളുടെ ആ കുഞ്ഞു വിഷമം പോയി. ശ്രീ, അവൾ പോകാൻ വേണ്ടി ഹെൽമെറ്റ് വെക്കാൻ നിന്നതും ജോ അവളെ വിളിച്ചു. ജോ അടുത്തേക്ക് വന്ന് അവളുടെ ചെവിയിൽ അടുത്ത് വന്നു. എൻ്റെ കൊച്ചി ഒരാഴ്ച നല്ലോണം ഫുഡ് കഴിച്ച് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തിയേക്കണേ, അല്ലെങ്കിലേ എൻ്റെ കൊച്ചി ക്ഷീണിക്കും. ജോ അവളോട് അത്രയും പറഞ്ഞ് വേഗം അവിടുന്ന് പോയി. ഇപ്പോൾ കരടി, അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞ് വണ്ടി എടുത്ത് അവിടുന്ന് പോയി. അവളുടെ പോക്ക് കണ്ട് ചിരിയോടെ ജോ അകത്തേക്ക് കയറി. ദേവൻ ഓഫീസിലെത്തിയപ്പോൾ അവനൊരു കൊറിയർ വന്നിട്ടുണ്ട്. അവൻ ആ കൊറിയർ ഓപ്പൺ ചെയ്തു. അതിൽ 2-3 ഫയലും ഹാർഡ് ഡിസ്കും കുറച്ച് പെൻ ഡ്രൈവുമാണ്. അവൻ ഫയൽ മറിച്ച് നോക്കി. അതിൽ ഇതുവരെ കേരളത്തിലെ സെക്സ് റാക്കറ്റിൽ അകപ്പെട്ട പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ്. ഇതിൻ്റെ എല്ലാം ബിനാമികളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. ഹാർഡ് ഡിസ്കിലാണെങ്കിൽ ഓർഗൻസ് വിൽപ്പനക്കാരുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ആയിരുന്നു. പെൻ ഡ്രൈവിൽ മരിച്ച 5 പേരുടെയും കുറ്റസമ്മതങ്ങളാണ്. അതിൽ വൈകരി മാത്രമല്ല, മറ്റു പല പെൺകുട്ടികളുടെയും മരണത്തിന് പിന്നിൽ ഇവരുടെ കൈകളാണ്. എല്ലാം പരിശോധിച്ച് കഴിഞ്ഞ് ദേവൻ കുറച്ചു നേരം ഇരുന്നു. അവൻ്റെ മനസ്സാകെ പിടിച്ചുലച്ചു. അവൻ ആ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലെടുത്ത് നേരെ പോയത് ജോയിയുടെ അടുത്തേക്കാണ്. ദേവ, ഇത് എവിടുന്നാ വന്നതെന്ന് നോക്കിയോ? ജോ അവനോട് ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കി. അതിൽ എൻ്റെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അതും ഓഫീസ് അഡ്രസ്സിൽ കൊറിയർ വന്നതാണ്. എടാ, പിന്നെ ഇതിൽ 2 പേര് എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളമാരാണ്. ജോ, ഇനി അവരുടെ കൂടുതൽ സാം മാത്രമാണ് ബാക്കി. നിഖിലിനെ കാണാനില്ലെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, സാമനെ നീ അങ്ങ് പോക്ക്. നിന്റെ കസ്റ്റഡി കുറച്ച് നേരം അവനെ പോക്ക്. ഈ കല്യാണം കഴിയുന്നത് വരെ അവൻ നിന്റെ പക്കലാണെന്ന് അറിയരുത്. പക്ഷേ അവൻ എവിടെ ഒളിപ്പിക്കും? കോട്ടയത്ത് ഞങ്ങളുടെ ഗോഡൗണിൽ പൂട്ടിയിടാം. അവിടേക്ക് ആരും പോകില്ല. അവിടെയുള്ള ഭക്ഷണവും മറ്റും കൊടുക്കാൻ ഒരാളെ നിർത്താം. ആടാ, ഓക്കെ എന്നാ. ബട്ട് നിഖിൽ, അവനെ കണ്ടുപിടിക്കണം. ഇനിയും ഒരു കൊലപാതകം നടന്ന ഈ കേസ് CBIക്ക് പോകുന്നതാണ് മുകളിൽ നിന്ന് ലോട്ടറി. നിഖിൽ മിസ്സിംഗ് ആയിട്ട് 3 ദിവസം കഴിഞ്ഞു. ഈ സമയം കൊണ്ട് അവനെ മരണം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ അവനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതാണോ നീ പറയുന്നത്? അങ്ങനെയല്ലടാ. ഇതുവരെയുള്ള കില്ലറിന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിയാണ്, ആകെ ടെൻഷനിലാണ് ഞാൻ. അതിനൊപ്പം മാരേജും. അതൊന്നോട്ട് ടെൻഷനാക്കേണ്ട. നീ ഞാൻ പറഞ്ഞതുപോലെ സാമനെ നിന്റെ കസ്റ്റഡിയിലാക്കും. പക്ഷേ ഇതൊരു സീക്രട്ട് മിഷനായിരിക്കണം. കില്ലറിനെ കൊടുക്കാൻ നമ്മൾ ഒരുക്കുന്ന വഴി. ശരി, ഞാനെന്തായാലും എല്ലാം സെറ്റാക്കിയിട്ട് നിന്നെ വിളിക്കാം. ഓക്കേടാ. നേരം 12 മണിയായത് നിക്കിയുടെ ബോഡിയുമായി അവൻ ജീപ്പിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് പണി നടന്നുകൊണ്ടിരുന്ന ഫ്ലാറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. ആ സമയം ആ പരിസരത്തുള്ള എല്ലാ CCTVകളും ഓഫ് ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു അവന് ചുറ്റും പോലീസുകാർ വളഞ്ഞത്. അവൻ അനങ്ങാതെ നിന്നു. അതിലൊരാൾ വന്ന് അവൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് ജീപ്പിലേക്ക് കയറ്റി. അവനുപയോഗിച്ച ബോഡി പോലീസുകാർ ആംബുലൻസ് കൊണ്ടുപോയി. സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ടിരുന്ന സീരിയൽ കില്ലർ ഇന്നലെ രാത്രി അറസ്റ്റിലാവുകയായിരുന്നു. കുറച്ച് ദിവസമായി പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ട് നിഖിൽ എന്നയാളുടെ പിടിയിലായതിനാൽ വളരെ സൂക്ഷിച്ചായിരുന്നു പോലീസിന്റെ നീക്കം. പക്ഷേ നിഖിലിന്റെ ബോഡി ഉപേക്ഷിക്കാൻ വന്നപ്പോഴാണ് കില്ലറെ പിടികൂടിയത്. രാവിലത്തെ ഭക്ഷണശേഷം ന്യൂസ് കാണുവാനുമായി ദേവൻ രാവിലെ തന്നെ പോയിട്ടുണ്ട്. ഇതുവരെ ആരാണ് പ്രതിയെന്ന് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ദേവുവും മഞ്ജുവും കോളേജ് ലീവായത് കൊണ്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. തിരുവോണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ കല്യാണമായതുകൊണ്ട് ഓണത്തിന് ഡ്രസ്സ് എടുക്കലൊന്നുമില്ല. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുമ്പോൾ ഒന്നിച്ച് ഡ്രസ്സ് എടുക്കുമാണ്. അഞ്ജുവിൻ്റെ വീട്ടിലാണ് ആദ്യം പോയത്. കല്യാണം കഴിഞ്ഞ് ഒരു പ്രാവശ്യം മാത്രമാണ് വന്നത്. അത് ദേവിൻ്റെ കൂടെ ഒരു ദിവസം വന്ന് പിറ്റേന്ന് തന്നെ പോയി. അഞ്ജുവിൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്നാണ് അവർ വീട്ടിലേക്കും മടങ്ങിയത്. ഇച്ചായ, സാമിനെ നിങ്ങൾ വിളിച്ചു നോക്കിയോ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പോളിന്റെ ഭാര്യ മേഴ്സി അങ്ങോട്ട് വന്ന് പറഞ്ഞു. നീ ടെൻഷനാക്കേണ്ട,
ഞാൻ വിളിച്ചു നോക്കട്ടെ. അയാൾ ഭാര്യയോട് പറഞ്ഞ് ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇന്നലെ രാത്രിയിൽ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു വെച്ചതാണ്. നേരം വെളുത്ത് ഇത്രയും സമയമായിട്ട് സാമതുര വീട്ടിലെത്തിയിട്ടില്ല. നിഖിലിന്റെ മരണം ടി വിയിൽ കണ്ടതും അയാളിൽ പേടി നിറഞ്ഞു. ഇനി അടുത്തത് സാമാകുമെന്നതുകൊണ്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാൽ ഇതേ സമയം കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ആരോ കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു. ദേവൻ ഓഫീസിലിരിക്കുവാണ്. കേസിന്റെ കാര്യത്തിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് 5 മിനിറ്റ് കോള് വരുന്നത്. കുറെ തവണ വിളിച്ചു, അവൻ എടുത്തില്ല. വീണ്ടും വിളിക്കുന്നത് കണ്ട് അവൻ ഫോൺ എടുത്തു. ഹലോ, എന്താമോ നിനക്ക് ഫോൺ എടുക്കുന്നില്ല കണ്ടപ്പോൾ ബിസിയാണെന്ന് അറിയില്ലേ നിനക്ക്? ദേവേട്ടാ, ഞാനൊരു കാര്യം പറയാനാണ്. അച്ഛൻ വിളിച്ചിട്ട് ഈ കാര്യം ചോദിക്കാൻ പറഞ്ഞു, അതാ ഞാൻ. എന്താ കാര്യം? ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ പോരെ? അഞ്ചവനോട് വേഗം കാര്യം പറഞ്ഞ് ഫോണ് വെച്ചു. അഞ്ചവനോട് ദേഷ്യപ്പെട്ടതിൽ അവന് സങ്കടമായെങ്കിലും വീട്ടിൽ ചെന്ന് റെഡിയാക്കാം എന്നതുകൊണ്ട് അവൻ ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് ചെന്നു. എന്തായി രാകേഷ്, ഇവനെന്തെങ്കിലും പറഞ്ഞോ? ദേവൻ അങ്ങോട്ട് വന്ന് ചോദിച്ചു. ഇല്ല സർ, എത്രയൊക്കെ തല്ലിയിട്ടും ഇവനൊന്നും പറയുന്നില്ല. ഇതുവരെയുള്ള കൊലപാതകത്തെ പോലും അവൻ അറിയില്ലെന്ന് അവൻ പറയുന്നത്. ഷിറ്റ്! ദേവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടേബിളിലിടിച്ചു. സാർ, കില്ലർ നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. ഇവന്റെ വേറെ ഓപ്ഷൻ എല്ലാം ചെക്ക് ചെയ്തു. യെസ് സർ. വിനയൻ വീട്ടിലെ അമ്മ മാത്രമാണുള്ളത്. ഇവന്റെ പേരിൽ ഇവിടെ ലോക്കൽ പോലീസിലൊരു കംപ്ലൈന്റ് ഒരുപാടുണ്ട്. ഡ്രഗ്സ്, അടിപിടി, പെണ്ണ് കേസ്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പം അടുത്തായി വീട്ടിൽ തന്നെയാണ്. ഒന്നിനും പോകാറില്ല നമ്മ പറഞ്ഞത്. ഇടയ്ക്ക് ഫോൺ വന്ന് പുറത്തു പോകും, പക്ഷേ അപ്പം തന്നെ തിരിച്ചും വരും. ആ സാർ, പിന്നൊരു കാര്യം. എന്താ? സാറിൻ്റെ അമ്മാവൻ്റെ മകൻ സഞ്ജയ് ഇവനും ഫ്രണ്ട്സാണ്. യെസ്, ഞാൻ ഇവൻ അവൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ എങ്ങനെ ഈ കൊലപാതകത്തിന് പിന്നിലെന്നാ ആലോചിക്കുന്നേ? പിന്നെ ഇവൻ്റെ മെഡിക്കൽ എടുത്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. പിന്നെ മീഡിയയ്ക്ക് ഒരിക്കലും ഇവൻ്റെ ഫോട്ടോ കിട്ടാൻ പാടില്ല. ഇപ്പോഴും യഥാർത്ഥ കൊലയാളി പുറത്ത് തന്നെയാണ്. ഓക്കെ സർ. ദേവൻ നേരെ കമ്മീഷൻ ഓഫീസിലേക്കാണ് പോയത്. ഇതുവരെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലുകൾ ഏൽപ്പിച്ച് അവിടുന്ന് മടങ്ങി നേരെ വീട്ടിലേക്കാണ് പോയത്. ഇനി ദേവുവിൻ്റെ കല്യാണം കഴിയുന്നത് വരെ ലീവാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു. വീട്ടിലെത്തിയപ്പോൾ നേരം 11 മണി കഴിഞ്ഞിരുന്നു. ഫുഡ് കഴിച്ച് വന്നത് കൊണ്ട് അവൻ ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ച് റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് ഡോറ് തുറന്നപ്പോൾ ലേറ്റ് ഒന്നും കാണാത്തത് കൊണ്ട് അവൻ ലേറ്റ് ഇട്ടു. അവിടെ അഞ്ജുവിനെ കാണാതെ വന്നതും അവൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ വേഗം ഫ്രഷായി വന്ന് നേരെ ദേവുവിൻ്റെ റൂമിലേക്ക് പോയി. ദേവൻ ചെന്ന് ദേവുവിൻ്റെ വാതിൽ മുട്ടി. ദേവ് അഞ്ജുവിനെ നോക്കി. അവൾ ബെഡിലിരിക്കുവാണ്. അവൾ ദേവുവിനോട് തുറക്കല്ലേന്ന് തലയാട്ടി. ദേവുമോളെ, ദേവൻ വിളിച്ചു. ഞാൻ തുറക്കുവാ എന്ന് പറഞ്ഞ് ദേവ് ഡോറ് തുറക്കാൻ പോയതും അഞ്ച് വേഗം പുതച്ച് കിടന്നു. അവളുടെ കളി കണ്ട് ദേവുവിന് ചിരി വന്നു. ഡീ, ആ കാലം ചോദിച്ചാ ഞാൻ ഉറങ്ങിയെന്ന് പറയണം. അഞ്ച് അവളോട് ചട്ടം വെച്ചു. ദേവ് മൂളിക്കൊണ്ട് തലയാടി വാതിൽ തുറന്നു. മോൾ ഉറങ്ങിയിരുന്നോ? ഇല്ലേട്ടാ. അവൾ ഉറങ്ങിയോ? ആ, അവൾ ഉറങ്ങി. എന്നാ മോള് വാതിലടിച്ച് കിടന്നോ. അവൾ ഇന്നിവിടെ കിടന്നോട്ടെ, ഞാൻ പോവാ. ദേവ് വാതിലടിച്ച് ശബ്ദം കേട്ട് അഞ്ച് പുതപ്പ് മാറ്റാതെ, എടി അങ്ങേര് പോയോ എന്ന് ചോദിച്ചു. ദേവുവിന്റെ ശബ്ദം കേൾക്കാതെ വന്നതും അഞ്ച് പുതപ്പ് മുഖത്തിൽ നിന്ന് മാറ്റിയതും തന്റെ നേരെ കൈകുത്തി നിൽക്കുന്ന ദേവനെ കണ്ട് അഞ്ച് ഇളിച്ച് കാണിച്ചു. ആ ദേവേട്ട എപ്പോ വന്നു? ഞാൻ വന്നിട്ടേ കൊല്ലം 27 കഴിഞ്ഞു. ഈ ദേവേട്ടൻ്റെ ഒരു തമാശ. എന്നാ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? ദേവൻ അവളെ നോക്കി ചോദിച്ചു. റൂമിലേക്ക്. അതാണ് നല്ലത്. ദേവൻ അവളുടെ മുകളിൽ നിന്ന് എഴുന്നേറ്റു. അഞ്ച് ഡോർ തുറന്നെങ്ങിയതും ദേവ് അവളെ നോക്കി ചിരിച്ചു നിന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് അഞ്ച് റൂമിലേക്ക് നടന്നു. ദേവ് ചിരിയോടെ റൂമിലേക്ക് ചെന്നു. ദേവൻ അവളോട് ഗുഡ് പറഞ്ഞിറങ്ങാൻ നേരം ദേവ് അവനെ വിളിച്ചു. ഏട്ടാ. എന്താ മോളെ? പാവ അഞ്ചു. ഇന്ന് ഏട്ടൻ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഒരുപാട് കരഞ്ഞു. അമ്മ മാത്രമുള്ളത് കൊണ്ട് അവൾക്ക് ആരെങ്കിലും ദേഷ്യപ്പെടുന്നതും വഴക്ക് പറയുന്നതൊക്കെ പേടിയാ. ഇനി ഏട്ടൻ അവളെ വഴക്ക് പറയല്ലേ. ദേഷ്യം വരുന്ന സമയം ഫോൺ എടുക്കാതിരുന്നാൽ മതി. സോറിടാ മോളെ, എനിക്കറിയാം, ഞാനിനി ശ്രദ്ധിച്ചോളാം. അവൻ അത്രയും പറഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി. ഹലോ. എന്താ? കൊച്ചുറങ്ങിയോ? ഇല്ല, ഡാൻസ് കളിക്കുവാ. ഓഹോ, എന്നാ എൻ്റെ കൊച്ചാ ഡോറും തുറന്നേ. എന്താ? തുറക്കടി വാതില്. ജോ ഒച്ചയെടുത്തതും അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണി ഡോറ് പോയി തുറന്നു. അവിടെ മുണ്ടും മടക്കി കുത്തി മീശ വെച്ച് നിൽക്കുന്ന ജോയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. പക്ഷേ അവളത് മറച്ചു വെച്ച് അവനെ കൂർപ്പിച്ച് നോക്കി. എന്താടി കുണ്ടുമുളക് ഇങ്ങനെ നോക്കുന്നേ?
അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ വന്നേ? അല്ല എന്താ പിടിച്ചേ? ഗുണ്ടുമുളക്. എന്തേ എൻ്റെ കൊച്ചിനെ പിടിച്ചില്ലേ? ഓ ഞാൻ ഗുണ്ടുമുളകൊന്നും അല്ല. ആണല്ലോ, ഈ ഇച്ചിരി എരിവ് കൂടുതലായിരിക്കും ഗുണ്ടുമുളകിന്. അതേപോലെ എൻ്റെ പെണ്ണും ഈ ഇച്ചിരി എരിവ് കൂടുതലാണ്. പക്ഷേ അത് എൻ്റെ അടുത്ത് മാത്രം, അല്ലാതെ ഇപ്പം പൂച്ചക്കുട്ടിയും. അവൻ അവളുടെ മുഖത്ത് വിരലോടിച്ചു കൊണ്ട് പറഞ്ഞു. ദേവന്റെ വിരൽ കടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് മാറി. ആ കടിച്ചു കൂട്ടിപ്പിച്ചാച്ച്. നിന്റെ ഈ പാല് നക ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. കല്യാണം കഴിയട്ടെ. ആണോ? എന്നാ ചെയ്യേ? അവൾ കൂറുമ്പോടെ ചോദിച്ച് ബെഡിലിരുന്നു. അത് ഇപ്പൊ കാണിച്ചു തരണോ? ജോ കുസൃതിയോട് അവളോട് ചോദിച്ചുകൊണ്ട് അടുത്തേക്കിരുന്നു. അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണിലുടക്കിയതും അവൾ പിടിഞ്ഞുകൊണ്ട് കണ്ണുകൾ മാറ്റി. ജോ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവളുടെ കണ്ണിൽ മുത്തി. അവൾ കണ്ണുകൾ ഇറുകിയടിച്ചു. ശ്രീ, എന്തിനാ കാണുമെന്ന് പറഞ്ഞേ? ഒരു മിനിറ്റ് ഇവിടെ ഇരിക്ക്, ഞാനിപ്പോൾ വരാം. ദേവ് എഴുന്നേറ്റെന്ന് ജോ അവളുടെ കയ്യിൽ പിടിച്ചു. എന്നതാ പെണ്ണെ? ഇപ്പൊ വരാം. ആ പിന്നെ ഈ കണ്ണ് കുറച്ച് നേരം ഞാൻ കെട്ടുവാ. ദേവ് ഒരു ഷാള് കൊണ്ട് ജോയുടെ കണ്ണ് കെട്ടി. ദേവ് താഴെ പോയി വന്ന് അവളുടെ കയ്യിൽ കുഞ്ഞു കേക്ക് ഉണ്ടായിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അവൾ കണ്ണിലെ കെട്ടടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ചായ, ദേവ് ചിരിയോടെ പറഞ്ഞു. ജോ കയ്യിലെ വാച്ചിലേക്ക് നോക്കിയതും 12 മണിയായിരുന്നു. അവൾ കേക്ക് മുറിക്കാൻ കത്തി കൊടുത്തതും ജോ ചിരിയോടെ അത് വാങ്ങി. ജോ കേക്ക് മുറിച്ച് അതിൽ നിന്നൊരു കുഞ്ഞ് പീസ് എടുത്ത് ദേവുവിൻ്റെ നേരെ നീട്ടി. അവൾ അതിൽ നിന്നൊരു കുഞ്ഞ് കഷ്ണം കടിച്ച് തിരിച്ച് അവൻക്ക് കൊടുക്കാൻ നിന്നതും അവളുടെ വായിലിരുന്ന കേക്ക് അവൻ വായിലാക്കി. ദേവുവിൻ്റെ കണ്ണുകൾ തള്ളി പുറത്തേക്ക് വന്നു. പിന്നെ അത് കൂമ്പിയടഞ്ഞു. കേക്കിൻ്റെ മധുരവും അവളുടെ ചുണ്ടിൻ്റെ ലഹരിയും ജോയ് ആസ്വദിച്ചു നോക്കി. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവളുടെ അതിരം അവൻ വേർപ്പെടുത്തി. ഇരുവരും നന്നായി കിതച്ചിരുന്നു. കിതപ്പൊന്ന് മാറിയത് ജോ അവളുടെ ചെവിയിൽ ചുണ്ട് ചേർത്ത് താങ്ക്സ് എന്ന് പറഞ്ഞു. ദേവ് അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കവളിൽ ചുണ്ട് ചേർത്തു. കഴുത്തിൽ ചെറിയ സ്വർണത്തിൻ്റെ കൊന്തമാല ഇട്ടുകൊടുത്തു. അവൻ്റെ കഴുത്തിൽ കൈചുറ്റി മടിയിലേക്ക് കയറിയിരുന്നു. ഐ ലവ് യു ഡെവിച്ചായ, ദേവ് അവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ലവ് യു ടു ശ്രീ, അവൻ അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് തിരിച്ചു പറഞ്ഞു. ഇരുവരും ബാൽക്കണിയിലെ ബീറ്റ് ബാഗിൽ വന്നിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. അമ്മച്ചി വിളിച്ച് മിന്നു വാങ്ങുന്ന കാര്യം സംസാരിച്ചപ്പോഴാണ് നാളെ ജോയുടെ പിറന്നാളാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവൻ നാട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ട് രാത്രിയിൽ വരാൻ പറഞ്ഞു. ദേവോനെ നെഞ്ചിൽ കിടന്ന് ഓരോന്നും പറയുന്നത് ജോ എല്ലാം മൂളി കേട്ടു. എപ്പോഴും അവളുടെ സംസാരം നിന്നതും അവൻ നോക്കിയപ്പോൾ പൂച്ചക്കുഞ്ഞിനെ പോലെ തന്നെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുവാണ്. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവിടെ കിടന്നു. അവൻ്റെ കണ്ണുകളും അടഞ്ഞു പോയിരുന്നു. നല്ല നാളെ സ്വപ്നം കണ്ട് അവർ രണ്ടുപേരും നിദ്രയെ പുലരി.